പത്തനംമാറ്റിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ ആകപ്പാടെ കലിപ്പിലാണ്. ജലജയും അതുപോലെ തന്നെ അഭിയും പറഞ്ഞു കൊടുക്കുന്ന ഓരോ കള്ളത്തരങ്ങളും ഓരോ ഇതും കേട്ടിട്ട് നവ്യയാണെങ്കിൽ ആകപ്പാടെ നയനയോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നയനയോട് മാത്രമല്ല ചന്തുമോളോടും. അവളുടെ വെറുപ്പ് ഓരോ ദിവസവും ചന്തുമോളോടും ആദർശിനോടും ഉള്ളത് കൂടി കൂടി വരുന്നുണ്ട്. എങ്കിലും പൊട്ടി നയനയ്ക്ക് കാര്യം പറയാലോ, ഒന്നും പറയാതെ തൻ്റെ ചേച്ചിയുടെ രക്ഷപ്പെടുത്താണെന്നും പറഞ്ഞുകൊണ്ട് ഒളിച്ചു വെച്ചുകൊണ്ട് ആദർശിനെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനി കിരണിനോട് പോയി സംസാരിക്കുന്നുണ്ട്. കിരൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശേഷം നയനയും അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാണ്. അങ്ങനെ ദേവയാനി എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട്. ശേഷം അനന്തപുരിയിലേക്ക് പോയതിനു ശേഷം തൻ്റെ മകനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത തെറ്റിന് സോറി പറയുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ഭാര്യ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവൾ അതുകൊണ്ട് നിന്നെ വിശ്വസിച്ചു. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. നിന്നെ എന്ത് പ്രസവിച്ച നിന്റെ അമ്മയായിട്ട് പോലും എനിക്കതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. ആദർശാണെങ്കിലും സാരയില്ലമ്മേ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവയാനി പറയാണ്, എങ്കിലും മോനെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എൻ്റെ മോനെ. എന്തായാലും എൻ്റെ മരുമകള് അവൾ നിനക്ക് ദൈവം തന്ന അനുഗ്രഹം തന്നെയാ. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ എപ്പോഴേ കളഞ്ഞിട്ട് പോയേനെ. പക്ഷേ അവൾ ഇതെല്ലാം സഹിക്കുന്നതും അവളുടെ ചേച്ചിക്കും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. സാരയില്ല എൻ്റെ മോൻ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക. മുത്തശ്ശനും മുത്തശ്ശിയും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്ത് കാണുമല്ലോ. ആ സമയമാകുമ്പം എല്ലാവരോടും പറയാമെന്നും പറയാണ്. അങ്ങനെ ദേവയാനി മുത്തശ്ശൻ്റെ അരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഞാൻ കിരണിനെ പോയി കണ്ടിരുന്നു. അവൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു. DNA റിസൾട്ടിൻ്റെ കാര്യമൊക്കെ അവൻ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, എന്തായാലും ഇങ്ങനെ ഓരോരുത്തരും അറിയട്ടെ. നവ്യ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയായിരുന്നു. അറിഞ്ഞാൽ അവൾ ആ നിമിഷം തന്നെ കുട്ടിയെ കൊണ്ട് ഇവിടുന്ന് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പം തന്നെ ചന്തമോളോട് അവളെ കാണിക്കുന്ന വെറുപ്പൊക്കെ കണ്ടോ? ഇനി ആ ചന്തമോളങ്ങാണം തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ പിന്നെ തീർന്നു. നയനെ പോലൊന്നും ആയിരിക്കില്ല നവ്യ. ആ നിമിഷം തന്നെ അവളോട് നമ്മളുടെ കുഞ്ഞിനെയുമായിട്ട് ഇറങ്ങും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ദേവയാനി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ആദർശിനെ ഇങ്ങനെ ഒരു ചതിക്കുഴിയിലാക്കിയതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എനിക്കറിയാം അവനിപ്പോൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ആണെന്ന്. അവൻ്റെ ഭാര്യ, വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരുടെ മുമ്പിൽ അവനിപ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ്. അതിന് ഒരു കാരണക്കാരൻ ഞാൻ കൂടിയാ. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അത് നവിയുടെ ജീവിതത്തെ ഓർത്താണെന്ന് മുത്തശ്ശൻ പറയുമ്പം ദേവേനി പറയാണ്, ശരിയാണ് ഇപ്പം അവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എങ്കിലും നവിക്ക് വേണ്ടിയിട്ട് നമുക്കിതെല്ലാം മറച്ചു വെക്കാമെന്നും ദേവയാനി പറയുന്നുണ്ട്. ഞാൻ അനഘയെ പോയി കണ്ടിരുന്നു. അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്തായാലും അനഘയുടെയും ചന്തുമോളുടെയും കാര്യം നമ്മളെ ശ്രദ്ധിക്കണം അച്ഛാന്നൊക്കെ പറയാണ്. എങ്കിലും അഭി ഇത്രയ്ക്കൊരു ക്രൂരനാണെന്ന് കരുതിയില്ല. എന്ത് വൃത്തികെട്ടവനാണ് അവൻ. ശരിക്കും മുത്തശ്ശൻ്റെ കൊച്ചുമകനല്ലെന്ന് അവൻ ഓരോ പ്രാവശ്യവും തെളിയിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ആദർശനും എനിക്കൊന്നും ഇമാതിരി സ്വഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടീനെ സ്നേഹിച്ച് വഞ്ചിച്ച് അവളെ ഗർഭിണിയാക്കിയതിനു ശേഷം മറ്റെത്ര കുമ്പളാറ് പുറകെ അവൻ പോയിരിക്കുന്നത്. എന്നിട്ട് നവ്യനെ അവസാനം ചതിക്കാൻ ശ്രമിച്ചതല്ലേ. അവളും അവളുടെ അനിയത്തിയും ബുദ്ധിമതി ആയതുകൊണ്ട് അവനെ പിടിച്ചു കിടിയാലേ അവർ കെട്ടി. ദാ ഇപ്പൊ നോയിക്കേ, അവൾക്കൊരു കുഞ്ഞുണ്ടായ അവസ്ഥയിലാണ് തിരികെ വന്നിരിക്കുന്നത്. എന്നിട്ടും എന്ത് ബുദ്ധിപരമായിട്ടാ അവൻ ആദർശിന്റെ മണ്ടയ്ക്ക് എല്ലാം വിട്ടത് എന്ന് ദേവേനി പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ അന്ന് അവിടുത്തെ കാഴ്ചകളും അതിന് ശേഷമുള്ള കാര്യമൊക്കെ നീ ഒന്ന് കാണേണ്ടതായിരുന്നു. എല്ലാം പക്ക പ്ലാനിങ് ആയിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവനെ ശരിക്കൊരു ക്രിമിനലാ. ഒരു ക്രിമിനലിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ദേവേനി പറയാണ്, അത് സത്യമാണ്. പിന്നെ ജലജയും കൂടെ പറഞ്ഞാലോ, ചെറുപ്പം തൊട്ടേ അവളാണല്ലോ എല്ലാം ഓതി അവളെ വളർത്തിയത്. ആ വളർത്ത ദോഷമുണ്ട് അവന് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം പോണത് നയനയുടെ മുറിയിലേക്കാണ്. അവിടെ ചെന്നിട്ട് നയനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ മകന് കിട്ടിയ ഭാഗ്യമാണ്. ഈ സമയത്ത് നവ്യ വന്ന് വെളിയിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് ഇവർ തമ്മിലെ സ്നേഹപ്രകടനമൊക്കെ. കാരണം ദേവയാനിക്ക് നയനോട് ദേഷ്യമായിരുന്നല്ലോ. സ്നേഹത്തിലാണെന്ന് അറിയെങ്കിൽ പോലും ചന്തുമോളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ നവ്യക്ക് അറിയാലോ. ആ സമയത്താണ് ഇങ്ങനെ പറയുന്നത്, നീ എൻ്റെ മകൻ ലഭിച്ച ഭാഗ്യമാണ്. ഇത്രയും സംഭവിച്ചിട്ടും നീ അവനെ ഒരു പ്രാവശ്യം പോലും തള്ളി പറഞ്ഞില്ലല്ലോ. അതുതന്നെ നിന്റെ വലിയ മനസ്സായെന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്.
അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, എനിക്കറിയായിരുന്നു ആദിശേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദിശേട്ടന് ഫുൾ സപ്പോർട്ടീവായിട്ട് നിന്നത്. അല്ലാതെ ആദിശേട്ടൻ തെറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ സപ്പോർട്ട് നിൽക്കില്ലായിരുന്നല്ലോ. എന്തായാലും സത്യം എന്നാൽ അമ്മ അറിഞ്ഞല്ലോ, അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം. അമ്മയോട് പറഞ്ഞതായിരുന്നു ആദിശയുടെ ഡിമാൻഡ്. എന്തായാലും അമ്മ അറിഞ്ഞല്ലോ, ഇനിയിപ്പം എനിക്ക് സമാധാനമുണ്ട്. അമ്മയും മോൻ്റെയും ഈ ഒരു ദേഷ്യം പിണക്കൊന്നും കാണണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേനി പറയാണ്, എങ്കിലും എനിക്ക് സമാധാനമായിപ്പോ. എൻ്റെ മകൻ തെറ്റുകാരനില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ, അത് മതിയെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും മുറിയിൽ നിന്നൊക്കെ പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ നവ്യ ഓർക്കാണ്, അതെന്താ ഇപ്പൊ ദേവ്യാനി അമ്മായി അങ്ങനെ പറഞ്ഞത്? ആദർശിനെ അത്രയും കുറ്റപ്പെടുത്തിയിരുന്നാണല്ലോ, ആദർശ് തെറ്റുകാരനില്ലെന്ന് മനസ്സിലായെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ പിന്നെ ആരായിരിക്കും, എന്തായിരിക്കും പിന്നെ സംഭവം എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കാണ് ഇവർ സംസാരം തൊട്ടുമുമ്പായിട്ട് എന്തോ ഒരു പേപ്പർ നയയുടെ കയ്യിലിരിക്കുന്നതും അത് കബോർഡിൽ സൂക്ഷിച്ചു വെക്കുന്നതും നവ്യ ശ്രദ്ധിച്ചിരുന്നു. നവ്യ ഓർക്കാണ് എന്തായിരിക്കും അത്, എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ നയയുടെ മുറിക്കകത്ത് കയറുന്നുണ്ട്. ആരും കാണാതെ മുറിയിൽ കയറിയ ശേഷം അവൾ കബോർഡ് തുറന്ന് ആ പേപ്പർ എടുത്ത് നോക്കാണ്. ആ പേപ്പർ കണ്ട നവ്യ ഞെട്ടിപ്പോകുന്നുണ്ട്. അതിൽ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടാണ് കേട്ടോ ഉള്ളത്. ആ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടിനകത്ത് ചന്ദമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ആബിയുടെ പേര് കിടക്കുന്നു. അത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാടെ വേർത്ത് വളർന്ന് നിൽക്കുവാണ് നമ്മുടെ നവ്യ. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ ആ പേപ്പർ അവിടെ തന്നെ മടക്കി വെച്ചിട്ട് ഒരുമാതിരി മരവിച്ച അവസ്ഥയിൽ നടന്ന് അവളുടെ മുറിയിലേക്ക് പോയിട്ട് അവളുടെ കട്ടിലിൽ ഇരിക്കുകയാണ്. കുഞ്ഞാണെങ്കിലോ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിങ്ങി പൊട്ടി കരയുന്നുണ്ട് നവ്യ. നമ്മുടെ അച്ഛൻ നമ്മളെ പറ്റിച്ചു മോനെന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഇത്രയും നാളും നമ്മുടെ അച്ഛൻ നമ്മളെ കാണിച്ചതെല്ലാം നമ്മളോട് ചെയ്ത ചതിയായിരുന്നു മോനെ, എല്ലാം അഭിനയമായിരുന്നു, അച്ഛൻ ചതിക്കായിരുന്നുടാന്നും പറഞ്ഞിട്ട് അവനെ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നവ്യ ആകെപ്പാട് നിശ്ചലമായ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി കുഞ്ഞു കരന്ന് കണ്ടില്ലേ, എടുക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. നവ്യ ഓരോ ഇരിപ്പ് ഇരിക്കുന്നുണ്ട്, ഒന്ന് നോക്കുന്നു കൂടിയില്ല. മോനെ ഇങ്ങ് വാന്നും പറഞ്ഞിട്ട് നവ്യ അവനെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നയന അവനെ എടുക്കാണ്. ഈ സമയത്ത് നവ്യയുടെ ഇരിപ്പ് കണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇവനെ കൊണ്ട് ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ നയന അവനെ എടുത്തുകൊണ്ട് അതിലേക്ക് പോവാണ്. ഈ സമയത്ത് അവള് വാതിൽ കുറ്റിയിട്ട് ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഈ സത്യമായിരിക്കോ, DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടല്ലേ കണ്ടത്, അപ്പൊ ചിലപ്പോ അത് കാണിച്ചിട്ടായിരിക്കോ അമ്മായി പറഞ്ഞത് ആദർശിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന്. ഇനി സത്യമായിരിക്കും എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആദർശ് തെറ്റുകാരില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഒരുപക്ഷെ ഇനി ആദർശേട്ടൻ തെറ്റുകാരില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഈ ഫേക്കർ ഉണ്ടാക്കിയതായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ആകെപ്പാട് വിഷമിച്ചിരിക്കുകയാണ് നവ്യ. അവളങ്ങനെ കഥ തുറന്നിട്ട് നയനെ കുഞ്ഞിനെ നോക്കുകയാണ്. ഈ സമയത്ത് നയന കുഞ്ഞിനെയുമായിട്ട് മുത്തശ്ശൻ്റെ മുറിയിലായിരിക്കും. അപ്പോൾ ആദർശും ദേവ്യാനി ഉണ്ടായിരിക്കും കേട്ടോ. ഇവര് മൂന്നുപേരും മുറിയിൽ നിന്നോട് സംസാരിക്കുകയാണ്. എങ്കിലും അഭി ഇമ്മാതിരി ചതിയെന്ന് ഒരിക്കലും നമ്മൾ കരുതിയെന്നില്ല. നയനെ പറയുന്നുണ്ട്, നവ്യച്ചയ്ക്ക് എന്തായാലും ഇതുവരെ യാതൊരു സംശയമില്ല മുത്തശ്ശ, അത് തന്നെ വലിയ കാര്യം. ആദർശ് പറയാണ്, ഞാൻ ഇത്രയൊക്കെ സഹിക്കുന്നത് നവ്യയ്ക്ക് വേണ്ടിയിട്ടാ. അവളും കുഞ്ഞും ഒരിക്കലും ഇവിടുന്ന് പോകരുത്. അഭിനെ അവളിപ്പം അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അഭി സ്നേഹിക്കുന്നതും അവളോട് കാണിക്കുന്നതെല്ലാം സത്യമാണെന്ന ആ പാവത്തിന്റെ വിചാരം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ലാതെ അവളെ അവൻ ചതിക്കുകയാണെന്നറിഞ്ഞ ആ പാവം ചങ്കുപൊട്ടി ചത്തുപോകും. അത് മാത്രമല്ല അവളുടെ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇപ്പം അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് അറിഞ്ഞാൽ അവളും കുഞ്ഞും കൂടെ എന്തെങ്കിലും കഴിഞ്ഞേ ചെയ്യുമോന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് ആദർശി പറയാണ്. നയനെ പോലെയല്ല നവ്യ, അവൾക്ക് ഒന്നും സഹിക്കാൻ പറ്റില്ല. സാധാരണ പെൺകുട്ടി പോലെ തന്നെ അവൾ റിയാക്ട് ചെയ്യും. കൊച്ചിനടുത്തോണ്ട് പൊയ്ക്കളയുമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എന്തായാലും ആദർശേ നീ എടുത്ത തീരുമാനം നല്ലതാ. സത്യങ്ങളൊന്നും നീ ആരോടും പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷേങ്കിൽ അഭിയുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അവൻ എന്തൊക്കെ ഇപ്പം കാണിക്കുന്ന മുത്തശ്ശനെ അറിയുമെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിലോ മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറയാണ്. എന്നിട്ട്
ദേവേനി പറയാണ്, അഭി മാത്രല്ല ജലജയോ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ. കിട്ടുന്ന അവസരം മുതലാക്കി അവൾ എന്നെ കുറെ പുച്ഛിക്കുന്നുണ്ട്, കുറെ ഇട്ട് താറടിക്കുന്നുണ്ട്. എങ്കിലും ഞാനൊന്നും പറയാതിരിക്കാം. വെറുതെ എന്തിനാ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതി. പിന്നെ അവളാണെങ്കിലോ നവീനെ പറഞ്ഞ് ഇളക്കി ഇളക്കി വിടുന്നുണ്ട്. ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവൾ നവീനെ ഇളക്കി വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ദേവയാനി പറയുന്നുണ്ട്. അത് ശരിയാ മുത്തശ്ശ, ഓരോ കാര്യങ്ങളും പറഞ്ഞ് നവ്യച്ചൻ എന്നെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ അവർ നോക്കുന്നത്. ചന്ദമോള് മുറി കയറിന് ചേച്ചി ഭയങ്കര പ്രശ്നമായിരുന്നു. ചേച്ചിക്ക് അറിയില്ലല്ലോ സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞാണെന്ന്. ഞാൻ അതുകൊണ്ട് അത്രയധികം സ്നേഹിക്കുന്നതിനും ചേച്ചിക്ക് അറിയില്ല. എന്തൊക്കെയാണെങ്കിലും അത് ചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറയാലോ. ഞാനിപ്പോൾ അവളെ മോളെപ്പോലെ ഏറ്റെടുത്തെങ്കിലും അത് ചേച്ചിക്ക് അവകാശമുണ്ടല്ലോ എന്നൊക്കെ നായന പറയുന്നുണ്ട്. ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവിടെ ഇരിക്കുന്ന കണ്ടു, ഞാൻ കുഞ്ഞിൻ്റെ അടുത്തോണ്ട് ഇങ്ങ് വന്നതാ എന്നൊക്കെ നയനെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കായിരിക്കും നമ്മുടെ നവ്യ. അവൾ ആകെപ്പാടെ വല്ലാണ്ടൊരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. കരഞ്ഞ് അവളുടെ മുഖമൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്. ശേഷം അവൾ ഡോറ് തുറക്കാണ്. അപ്പോഴേക്കും എല്ലാവരും നവ്യനെ കണ്ടിട്ട് മിണ്ടാൻ നിൽക്കുന്നുണ്ട്. ആ ചേച്ചി, ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങായിരുന്നു, അവനിപ്പോ കരയുന്നില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വന്നിട്ട് നവ്യ ഡോറടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മുത്തശ്ശ, മുത്തശ്ശി, ആദിശേട്ടാ, അമ്മായി, നയനെ, ഞാനെല്ലാം കേട്ടു. നിങ്ങൾ സംസാരിച്ചെല്ലാം ഞാൻ കേട്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചേച്ചി ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പം വേണ്ട നയന, നിന്റെ മുറിയിൽ കയറി ആ ഡീനിന്റെ ഡ്രസ്സിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിട്ട് ആകെപ്പാടെ ഞാൻ ഷോക്കായിട്ടിരിക്കായിരുന്നു. എന്താ സത്യം എന്നറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളുടെ വായിന്നപ്പോൾ ബാക്കി സത്യവും കൂടി ഞാൻ കേട്ടു. എനിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ എല്ലാവരും റിസ്ക് എടുത്ത് ആദിശേട്ടൻ ഇതുപോലെ ഒരു നാണക്കേട് പേരുന്നത്. അഭിജയ് തെറ്റ് ആദിശേട്ടൻ സ്വന്തം തലയിൽ വെച്ചിരിക്കുന്നതും അതുകൊണ്ടല്ലേ. എൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാനിടന്ന് പോകുന്നത് പേടിച്ചിട്ടല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്നോടും എൻ്റെ മോനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശന് കുടുംബമഹിമയുടെ കാര്യം പറഞ്ഞാൽ പോലും എന്നോടുള്ള സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം മുത്തശ്ശ എന്ന് നവി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, അബിയ തെറ്റുകാരനെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടുന്ന് പോവില്ല മുത്തശ്ശ, നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. പക്ഷെങ്കിൽ പകരം അബി ഇവിടെ കാണാൻ പാടില്ല എന്ന് നവി പറയുന്നുണ്ട്. മരുമക്കളെ പോകാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ മുത്തശ്ശ, മക്കള് പോകാൻ പാടില്ലെന്നില്ലല്ലോ. അതുകൊണ്ട് അബി ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് നവി പറയുന്നുണ്ട്. എന്നിട്ട് നവി പറയാണ്, നയനെ, നീ പറഞ്ഞത് ശരിയാ. എൻ്റെ ഭർത്താവിന്റെ കുഞ്ഞാണ് ചന്ദമോൾ. അപ്പൊ അവളുടെ അവകാശം എനിക്കുമുണ്ട്. ചന്ദമോളെ എൻ്റെ അനന്തപത്മനാഭന്റെ ചേച്ചിയായിട്ട് ഞാൻ വളർത്തിക്കോളാം. എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെങ്കിൽ അബി എന്നെ ചതിച്ചു. എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവൻ പറഞ്ഞും സ്നേഹിച്ചും പറ്റിച്ചു. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശ എത്രയും പെട്ടെന്ന് അബി ഇവിടുന്ന് ഇറക്കി വിടണം. ആ ഒറ്റ ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നവിയെ, ഇത്രയും കാലം മോളോട് ഇത് എങ്ങനെ പറയും, മോളിത് എങ്ങനെ ഉൾക്കൊള്ളും ഒന്നും അറിയാതെ ഞങ്ങളെല്ലാവരും ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. എന്തായാലും ഇപ്പൊ എനിക്കൊരു കാര്യത്തിൽ സമാധാനമായി. മോളെല്ലാം മനസ്സിലാക്കിയല്ലോ, എനിക്കത് മാത്രം മതി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ആദർശ്, ദേവയാനി താഴേക്ക് വായെന്നും പറഞ്ഞിട്ട് അവരെയും കൂട്ടി മുത്തശ്ശൻ താഴേക്ക് പോവാണ്. ഈ സമയത്ത് അവിടെ നമ്മുടെ അബിയെയും എല്ലാരെയും മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. എല്ലാവരും താഴേക്ക് വരികയാണ്. ആ സമയത്ത് അബിയും ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്താ കാര്യം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട തീരുമാനം എല്ലാവരും അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം അബി ചോദിക്കാണ്, ആഹാ, എനിക്ക് ആ ബ്രാഞ്ച് ചേർന്ന കാര്യമാണോ മുത്തശ്ശ? നവി, നീ പറഞ്ഞില്ല സെറ്റപ്പ് ആക്കിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും മുത്തശ്ശൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നവി പറയുന്നുണ്ട്. അബി വളരെ സന്തോഷത്തിൽ നിൽക്കാണ്. ജലജയും മുത്തശ്ശൻ പറയാണ്, അബി, എല്ലാ കാര്യങ്ങളും ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തായാലും അത് നവിയുടെ തീരുമാനത്തിലേക്ക് വിട്ടിരിക്കാം. നവി നിന്റെ ഭാര്യയാണല്ലോ, അവള് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. നവിയെ, നീ എൻ്റെ ഭാഗ്യമാണ്. നീയും കുഞ്ഞു വന്നപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വന്നു എന്നൊക്കെ അബി ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുന്നോട്ടേക്ക് നീങ്ങി വരികയാണ് നവ്യ. വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരൊറ്റ അടി ആയിരിക്കും കേട്ടോ ആഞ്ഞ്. ജലജ ചോദിക്കാണ്, നവ്യെ, നീ എന്തൊക്കെ കാണിക്കുന്നു ചോദിക്കുന്നുണ്ട്. മതി, നിർത്തിക്കോ തള്ളയുടെ മോൻ്റെ അഭിനയം. നിങ്ങൾക്കും അറിയാവോ തള്ളേ, കാര്യമെല്ലാം ചോദിക്കാണ്. എന്താ നവ്യ, നീ എന്തൊക്കെയാ പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അഭി ചോദിക്കാണ്, നീ എന്തിനാ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നീ എന്തിനാ അടിക്കുന്നത് ചോദിക്കുന്നുണ്ട്.
സത്യമൊന്നും നിനക്ക് അറിയില്ലല്ലേ അബി? എന്താ കാര്യമൊന്നും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവന്റെ നേരെ നീട്ടുകയാണ് നവ്യ. ദാ ഇതാണല്ലോ നിന്റെ എന്റെ മോൻ ആനന്ദപത്മനാഭൻ. ഇവിടെ തലതൊട്ട് സത്യം ചെയ്, ചന്ദമോള് നിന്റെ കുട്ടിയല്ലെന്ന് എന്ന് പറയുമ്പോഴേക്കും അബി ഒന്ന് ഞെട്ടുന്നുണ്ട്. അബി പറയാണ്, എന്താ നവ്യേ, എന്താ ഇതൊക്കെ? അത് ആദർശന്റെ കുട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഇതിപ്പോ ആര് പറഞ്ഞു നിന്നെ ഇങ്ങനെ പിരികേറ്റിട്ടത്? ആരാ? നിന്റെ അനിയത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടിപ്പോകരുത്, നിന്റെ അനിയത്തിയെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുതെന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, ചന്ദമോള് എന്റെ കുട്ടിയല്ലെന്ന് പറയുമ്പോഴേക്കും അവള് കുഞ്ഞെ നീട്ടിട്ട് നീ കുഞ്ഞിന് നേരെ സത്യം ചെയ്ത് പറയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബി കുഞ്ഞിന് മേലെ തലയിൽ സത്യം തൊടാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും ഒരൊറ്റ അടിച്ചു കൊടുക്കാണ് അബിയുടെ കരഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ. എന്താടാ നീ എന്താ കാണിക്കാൻ പോന്നേ? കുഞ്ഞിന് തല തൊട്ട് കള്ളസത്യം ചെയ്യാൻ പോവാണോ? മതി, നിർത്തിക്കോ, നിന്റെ എല്ലാ പണി നിർത്തിക്കോ. മോനെ മോളെ, ഇവന് മോളോട് സ്നേഹമില്ല, മോനോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അബി പറയാണ്, നവ്യെ സത്യമായിട്ടും ഞാൻ തെറ്റുകാരനല്ല, ഇതൊക്കെ ആരൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ്. ആദിശേട്ടനായിരിക്കും സ്വന്തം ഭാഗത്തെ ന്യായം തെളി കള്ളത്തരം അല്ലാതാക്കാൻ വേണ്ടി ചെയ്ത പണിയാ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ. DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. നീയാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ള കാര്യമേ അതിൽ കൃത്യമായിട്ടുണ്ട്. അത് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അനഘയെ പറ്റിച്ചിട്ട് നീ കടന്നു കളഞ്ഞതും അവിടെ റൗഡികളെ ഏർപ്പാടാക്കിയതും ആദർശനാണെന്നുള്ള രീതിക്ക് നീ ഫോട്ടോ മോർഫ് ചെയ്ത് വരുത്തിച്ചതും എല്ലാം ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതിനെ പോലെ അഭിനയിക്കുകയാണ് നീയല്ലേ എന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, നവ്യെ ഇതൊക്കെ കള്ളത്തിലാണ്, ഇവരെല്ലാം ഉണ്ടാക്കി പറഞ്ഞതാ, നീ അതൊക്കെ വിശ്വസിക്കാണോ? അബി നിർത്തിക്കോ, നീ കൂടുതൽ സംസാരിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ല നവ്യെ, ഞാൻ സത്യം പറയാണ്, ഒരിക്കലും ഞാൻ തെറ്റുകാരനല്ല. നിന്നെ എന്റെ മോനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. പണ്ടിന്റെ സ്വഭാവമൊക്കെ അങ്ങനെ ആയിരുന്നു, ശരിയാ, പക്ഷെ ഇപ്പൊ അങ്ങനല്ലെന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ശരി ഇപ്പൊ തന്നെ പോയി DNA ടെസ്റ്റ് എടുത്തേക്കാം, കിരണേട്ടനെ വിളിക്കാം, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഏർപ്പാടാക്കി തരാൻ കിരണേട്ടന് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി ഒന്ന് പരങ്ങുന്നുണ്ട്. എന്താടാ നീ എന്താ പരങ്ങുന്നത്? നിനക്ക് പേടിയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് പേടിയും ചോദിക്കാണ്. മതി, നിർത്തിക്കോ. DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ ഫേക്കൊന്നും അല്ല, അത് സത്യം തന്നെയാണ്. ഇനി എടുക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറായെന്ന് നവ്യ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞെന്ന് നവ്യ പറയുന്നുണ്ട്. അബി ഒരു അക്ഷരം പോലും മിണ്ടാതെ തല കുടിച്ച് നിൽക്കാണ്. ജലജ ചോദിക്കുന്നുണ്ട്, ആണോടാ സത്യം പറഞ്ഞേ, ആ പിശാച്ച് നിന്റെ മകളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മോളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് പല്ലിയാമായിടുന്ന് നയനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാരും മുമ്പിൽ വെച്ച് നയൻ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നവ്യക്ക് ആകെപ്പാടെ വല്ലാണ്ടാവുന്നുണ്ട്. മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അബി ഒന്നും മിണ്ടാതെ തലമുടിച്ച് നിൽക്കുന്നുണ്ട്. പറടാ നീയാണോടാ ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് ജലജ ചോദിക്കുമ്പം അവനൊന്നും മിണ്ടുന്നില്ല. നവ്യ പറയാണ്, അവൻ എങ്ങനെ മിണ്ടും, എങ്ങനെ മറുപടി പറയും? അതുപോലെ തെറ്റാണല്ലോ അവൻ ചെയ്തിരിക്കുന്നത്, ആരും ചെയ്യാത്ത തെറ്റ്. 5 വർഷം മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ചവളെ പറ്റിച്ചു, അവള് ഗർഭിണിയായി നാട്ടിൽ തന്നെ പോയി. ശേഷം പറഞ്ഞു പറ്റിച്ച് കുറെ പെണ്ണുങ്ങളെ അവൻ ഉപയോഗിച്ചു. അതും കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നെ കെട്ടുന്നത്. ആ കല്യാണം തന്നെ വലിയൊരു സംഭവമായിരുന്നല്ലോ. ഇപ്പതാ എനിക്ക് കുട്ടിയുണ്ടായപ്പോൾ ആ കുട്ടി തിരിച്ചു വന്നു. അപ്പോഴും അവന്റെ ഒരു ഓഞ്ഞ നാടകം. ആദ്യം തന്നെ പറഞ്ഞ് ക്ഷമ ചോദിച്ചതെങ്കിൽ എല്ലാവരും നിന്നോട് ക്ഷമിച്ചാനെ. പക്ഷെങ്കിലും അങ്ങനല്ലല്ലോ, നിന്റെ തെറ്റ് മറ്റൊരാളുടെ തലയിലേക്ക് നീ അടിച്ചേൽപ്പിക്കുകയായിരുന്നല്ലോ. ആദിശന്റെ ജീവനും ജീവിതം നശിപ്പിക്കാനായിട്ട് അല്ലേടാ. എന്റെ അനിയത്തി നായരി ആയതുകൊണ്ട് അവളിതെല്ലാം സോൾവ് ആക്കി എല്ലാ പ്രശ്നത്തിനും ആദിശന്റെ കൂടെ നിന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ആണ്ട കാര്യമില്ല. ആദിശനെ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നീ അങ്ങനല്ല, നീ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. മുത്തശ്ശ എത്രയും പെട്ടെന്ന് ഇവനടിച്ച് പുറത്താക്കണം, എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ കുട്ടിയും ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് നവ്യ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അബി നവ്യ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, ഞങ്ങൾക്കും അതുതന്നെ പറയാനുള്ളൂ. നവ്യയുടെ തീരുമാനമാണ് ഇവിടെ ഞങ്ങളുടെ തീരുമാനം. ഇവിടെ നവ്യ വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. നീ വേണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ നവ്യയാണ് തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും ഇപ്പൊ നവ്യയുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ട് നീ പുറത്തു പോകണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അബി മുത്തശ്ശനൊക്കെ കാലത്ത് വീഴാണ്. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞയക്കരുത്,
ഞാനിവിടെ നിന്ന് എങ്ങനെ ജീവിച്ചു പോയിക്കോളാം. എനിക്ക് 5 വർഷം മുമ്പ് പറ്റിയൊരു അബദ്ധമാണ്. അതിനെ ഇപ്പൊ ശിക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാണ്. പക്ഷെ നവ്യ പറയുന്നുണ്ട്, ഇല്ല ബി, നിനക്ക് കുറെ ചാൻസ് തന്നതാ, നീ നന്നാവില്ല ഒരിക്കലും. ഈ പ്രശ്നത്തോടിട്ട് നീ തെളിയിച്ചു കഴിഞ്ഞു. ആദ്യമേ വന്ന് കാര്യം പറഞ്ഞ് സോറി ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്ഷമിച്ചാനേ. കാരണം വിവാഹത്തിന് മുമ്പുള്ള ബന്ധമായിരുന്നല്ലോ ഇത്. അപ്പൊ പിന്നെ ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇനി ഞാൻ ക്ഷമിക്കില്ല. നിന്റെ തെറ്റ് മറച്ചു വെച്ച് നീ അഭിനയിക്കായിരുന്നല്ലോ. സ്നേഹ അഭിനയിച്ച് എന്നെ കുഞ്ഞിനെ പറ്റിച്ചില്ലേ? അതുകൊണ്ടൊരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് നവ്യ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ അവനെ അടിച്ചോടുന്ന ഇറക്കാണ്. ഇത് കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ജലജ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? നീ ഇതൊക്കെ കാണേണ്ടവളും അനുഭവിക്കേണ്ടവളും. കാരണം നിന്റെ മോനെ നീ വളർത്തിയത് അങ്ങനെയായിരുന്നു. തെറ്റുകൾ പറഞ്ഞു കൊടുത്താ നീ മോനെ വളർത്തിയത്. ഒരിക്കൽ പോലും നല്ല രീതിക്ക് നീ വളർത്തിയിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയുടെ നിർബന്ധപ്രകാരം അബീനെ മുത്തശ്ശൻ അവിടുന്ന് ആട്ടി ഇറക്കി വിടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.